പെസഹ തിരുനാൾ വിശുദ്ധ കുർബാന സ്ഥാപന തിരുനാൾ കൂടിയാണ്. താൻ അനുഭവിക്കുവാൻ പോകുന്ന പാടുപീഡകൾ മുൻകൂട്ടി മനസ്സിലാക്കുന്ന ഈശോ താൻ മുറിയപ്പെടാൻ പോകുന്നതിൻ്റെ പ്രതീകമായി നമ്മോടൊപ്പം നിത്യമായിരിക്കുവാനായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ടോക്കിൽ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന നാം ഇപ്രകാരം അർപ്പിക്കണം: എപ്പോഴാണ് അവൻ നമ്മെ തൊടുക? പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ഒരാഘോഷത്തിൻ്റെ ഓർമ്മയല്ല. കുഞ്ഞാട്, അതായത് ഈശോനാഥൻ കടന്നുപോയ കഠിന പീഡകളുടെ അനുസ്മരണമാണ് അവിടെ. സഹനത്തോടെ വേദനയോടെ വേണം നാം അവിടെ ആയിരിക്കുവാൻ. ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞു പോകുമ്പോൾ, ഒത്തിരി പേര് ഈശോയെ തൊടുമ്പോൾ, ഒരാൾ മാത്രം തൊടുമ്പോഴാണ് ഈശോ ചോദിക്കുന്നത്, ആരാണ് എന്നെ സ്പർശിച്ചത്? പ്രിയമുള്ളവരെ, അവരുടെ സ്പർശനം വ്യത്യസ്തമായിരുന്നു. ഓരോ ബലിയർപ്പണത്തിലും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒരുവൻ പാടുപീഡകൾ ഏറ്റെടുത്ത് മുറിയപ്പെടുമ്പോൾ ലാഘവത്തോടെ അലസമായി എങ്ങനെ എനിക്കത് നോക്കി നിൽക്കുവാനാകും? 10-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള എളുപ്പവും സുനിശ്ചിതവുമായ മാർഗം വിശുദ്ധ കുർബാനയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്. ആ ദാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹത്തിൽ വളരുവാൻ നമുക്കും സാധിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.